Dear students, welcome to another session. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഡീകമ്പോസിഷൻ ആൻഡ് മോഡുലറൈസേഷൻ. സോ എൻ്റെ ഇൻട്രൊഡക്ടറി സെഷനാണ്. ഡീകമ്പോസിഷൻ ആൻഡ് മോഡുലറൈസേഷൻ, ദേ ആർ സ്ട്രാറ്റജീസ് ദാറ്റ് ബ്രേക്ക് ഡൗൺ കോംപ്ലക്സ് പ്രോബ്ലംസ് ഇൻ ടു മാനേജബിൾ പാർട്സ്. അതായത് ഒരു കോംപ്ലക്സ് പ്രോബ്ലത്തിനെ ഡിവൈഡ് ചെയ്ത് ചെറിയ ചെറിയ യൂണിറ്റ്സ് ആക്കി മാറ്റുകയാണ്, മാനേജബിൾ പാർട്സ് ആക്കി മാറ്റുകയാണ്. അതിനെയാണ് ഡീകമ്പോസിഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഡിവൈഡ് ചെയ്ത് ചെറിയ സബ് യൂണിറ്റ്സ് ആയിട്ട് മാറ്റുമ്പോൾ, അതായത് മാനേജബിൾ യൂണിറ്റ്സ് ആയിട്ട് മാറ്റുമ്പോൾ, ആ ഒരു ചെറിയ യൂണിറ്റിനെ മോഡ്യൂൾ എന്ന് പറയും. ഇങ്ങനെ മോഡ്യൂൾ ആക്കി കഴിഞ്ഞാലുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണ്? നമുക്ക് വീണ്ടും വീണ്ടും അതിനെ യൂസ് ചെയ്യാനായിട്ട് പറ്റും, റീയൂസ് ചെയ്യാനായിട്ട് പറ്റും. ഒരു വെൽ സ്ട്രക്ചേർഡ് മാനറിലുള്ള ഒരു മോഡ്യൂൾ ആക്കാം, സോ ദാറ്റ് ഇറ്റ് ക്യാൻ ബി റീയൂസ്ഡ്. ഒരു ഒറിജിനൽ പ്രോബ്ലം അല്ലെങ്കിൽ ഒരു കോംപ്ലക്സ് പ്രോബ്ലം നമ്മൾ മാനേജബിൾ പാർട്സ് ആയിട്ട് ചെറിയ ചെറിയ യൂണിറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ദെൻ ഈ ഒരു ചെറിയ യൂണിറ്റ് നമ്മൾ സോൾവ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ എക്സാമ്പിൾ കൂടി നോക്കുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. ഫസ്റ്റ് നമുക്ക് നോക്കേണ്ടത് പ്രോബ്ലം ഡീകമ്പോസിഷൻ. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഡിവൈഡിങ് എ കോംപ്ലക്സ് പ്രോബ്ലം ഇൻ ടു സ്മോളർ സബ് പ്രോബ്ലംസ് അല്ലെങ്കിൽ സ്മോളർ സബ് യൂണിറ്റ്സ് വിച്ച് ക്യാൻ ബി സോൾവ് ഇൻഡിപെൻഡൻ്റ്ലി ഓർ സീക്വൻഷ്യലി. ഇപ്പോൾ കോംപ്ലക്സ് പ്രോബ്ലം നമ്മൾ മാനേജ് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ സബ് പ്രോബ്ലംസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു, ദെൻ അതിനെ മാനേജ് ചെയ്ത് പോകുന്നു. അതിനൊരു ക്ലാസിക്കൽ എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെർജ് സോർട്ടിംഗ് പറയാം. സോർട്ടിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഒരു അറേ ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ്, അത് ഡിസെൻഡിങ് അല്ലെങ്കിൽ അസെൻഡിങ് ഓർഡറിൽ നമുക്ക് സോർട്ട് ചെയ്യാം. ഇങ്ങനെ സോർട്ട് ചെയ്യാനായിട്ട് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. ബബിൾ സോർട്ട്, ഇൻസെർഷൻ സോർട്ട്, മെർജ് സോർട്ട്. ആ ഒരു മെത്തേഡിനെയാണ് ആൽഗോരിതം എന്ന് പറയുന്നത്. അങ്ങനെ വരുന്ന ഒരു മെത്തേഡ് അല്ലെങ്കിൽ ആൽഗോരിതമാണ് മെർജ് സോർട്ട് എന്ന് പറയുന്നത്. ഇറ്റ് യൂസസ് എ ഡിവൈഡ് ആൻഡ് കോൺകർ അപ്രോച്ച്. എന്താണ് ഡിവൈഡ് ആൻഡ് കോൺകർ അപ്രോച്ച്? മെർജ് സോർട്ട് ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. അവിടെ 8 എലമെൻറ്റ്സ് തന്നിട്ടുണ്ട്. ആ 8 എലമെൻറ്റ്സിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് താഴെ കൊടുത്തിരിക്കുന്നത് പൊസിഷനാണ്. പൊസിഷൻ എന്ന് പറയുമ്പോൾ ഇൻഡെക്സ് നമ്പേഴ്സ് സ്റ്റാർട്ടിങ് ഫ്രം 0 to 7, ടോട്ടൽ 8 എലമെൻറ്റ്സ്. ആദ്യം ചെയ്യേണ്ടത് എൻ്റെ അറേ സെലക്ട് ചെയ്യുക, അതിനെ 2 ഹാഫ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അവിടെ 8 എലമെൻറ്റ്സ് വരുന്നത് കൊണ്ട് തന്നെ ഈക്വൽ ഹാഫ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് സ്പ്ലിറ്റിങ്ങിൽ ഓരോ സബ് അറേയിലും 4 എലമെൻറ്റ്സ് വീതം ഉണ്ടാവും. ദെൻ ലെസ് സബ് അറേ സെലക്ട് ചെയ്യുക. ഇനി വീണ്ടും ഡിവൈഡ് ചെയ്യാം. വീണ്ടും ഡിവൈഡ് ചെയ്യുമ്പോഴോ 2 എലമെൻറ്റ്സ് ഉള്ള 2 സബ് അറേസ് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. വീണ്ടും ലെഫ്റ്റ് മോസ്റ്റ് സബ് അറേ സെലക്ട് ചെയ്യുക, വീണ്ടും ഡിവൈഡ് ചെയ്യുക. കണ്ടോ, 5 and 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ ഫർദർ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു സിറ്റുവേഷനിൽ ഇനി നമുക്ക് ചെയ്യാനുള്ളത് മെർജ് ചെയ്യുക എന്നുള്ളതാണ്, അതായത് ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഇനി ജോയിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സോർട്ട് ചെയ്തിട്ട് വേണം മെർജ് ചെയ്യാനുള്ളത്. അതിന് വേണ്ടിയിട്ട് ഈ 2 എലമെൻറ്റ്സിൽ 5 and 2 ഇതിൽ സ്മോളസ്റ്റ് നമ്പർ നോക്കുക. സ്മോളസ്റ്റ് നമ്പർ ഏതാണോ അത് ഫസ്റ്റ് പൊസിഷനിലോട്ട് കൊണ്ടുപോവുക. കണ്ടോ, അവിടെ സ്മോളസ്റ്റ് നമ്പർ 2 ആണ്. 2 ഫസ്റ്റ് പൊസിഷനിൽ കൊണ്ടുപോയി സെക്കൻഡ് നമ്പറായിട്ട് 5 കൊണ്ടുപോവുക. കണ്ടോ, അവിടെ മെർജ് ചെയ്തു. അപ്പോൾ മെർജ് ചെയ്ത സബ് അറേയിൽ ഓർഡേർഡ് ഫോമിലാണ് വന്നിരിക്കുന്നത് 2 and 5. ദെൻ റൈറ്റ് സബ് അറേ എടുക്കുക. റൈറ്റ് സബ് അറേയിൽ 2 എലമെൻറ്റ്സ് ഉണ്ട്. അതിനെ വീണ്ടും ഡിവൈഡ് ചെയ്യുക 7 and 3. ഇനി ഫർദർ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇനി എന്ത് ചെയ്യണം? മെർജ് ചെയ്യണം. മെർജ് ചെയ്യുമ്പോൾ സോർട്ട് ചെയ്ത് മെർജ് ചെയ്യാം. അപ്പോൾ 7 and 3 സ്മോളസ്റ്റ് നമ്പർ ഏതാണ്? 3 ആണ്. സബ് അറേ മെർജ് ചെയ്യുമ്പോൾ 3 എന്ന് പറയുന്ന ഫസ്റ്റ് പൊസിഷനിലോട്ട് കൊണ്ടുപോകും, സെക്കൻഡ് പൊസിഷനിൽ 7 കൊണ്ടുപോകും. കണ്ടോ, ആ ഒരു യെല്ലോ കളറിൽ കാണിച്ചിരിക്കുന്ന 2 സബ് അറേസും സോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് എന്താണ്? ഈ 2 സബ് അറേസും വീണ്ടും മെർജ് ചെയ്യാം. മെർജ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് മെർജ് ചെയ്യാനുള്ളത്? സോർട്ട് ചെയ്ത് മെർജ് ചെയ്യണം. അത് മെർജ് ചെയ്യുമ്പോൾ ഫസ്റ്റ് പൊസിഷനിൽ കൊണ്ടുപോവുക സ്മോളസ്റ്റ് എലമെൻ്റ് ആയിരിക്കും. അവർ 2 and 3 സ്മോളസ്റ്റ് നമ്പർ ഈസ് 2. അപ്പോൾ 2 എന്ന് പറഞ്ഞ ഫസ്റ്റ് പൊസിഷനിലോട്ട് കൊണ്ടുപോയി. ഫസ്റ്റ് സബ് അറേയുടെ ഫസ്റ്റ് എലമെൻ്റ് എന്ന് പറയുന്നത് 5 ആണ്. സെക്കൻഡ് സബ് അറേയുടെ ഫസ്റ്റ് എലമെൻറ്റ് 3 ആണ്. ഇതിൽ സ്മോളസ്റ്റ് നമ്പർ ഈസ് 3. അപ്പോൾ 3 നെക്സ്റ്റ് പൊസിഷനിലോട്ട് കൊണ്ടുപോയി.
റിമൈനിങ് 5 ആൻഡ് 7. ഇതിൽ 5 ആണ് സ്മോളസ്റ്റ് നമ്പർ. 5 എന്ന് പറയുന്ന നെക്സ്റ്റ് പൊസിഷനിലോട്ട് കൊണ്ടുപോയി. റിമൈനിങ് എലമെന്റ് എന്ന് പറഞ്ഞാൽ 7 ആണ്. 7 ലാസ്റ്റ് എലമെന്റ് ആയിട്ട് ഫിക്സ് ചെയ്തു. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് മൗസ് സബ് അറേയും നമ്മൾ ഫിനിഷ് ചെയ്തു. ഇനി റൈറ്റ് സബ് അറേ സെലക്ട് ചെയ്യാം. അവിടെ 4 എലമെന്റ്സ് വരുന്നുണ്ട്. അതിനെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്യാം. നേരത്തെ പറഞ്ഞ സ്പ്ലിറ്റിംഗ് ആൻഡ് മെർജിങ് വീണ്ടും നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. കണ്ടോ, അവിടെ ലെഫ്റ്റ് സബ് അറേയും റൈറ്റ് സബ് അറേയും നമ്മൾ സോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം? ഫൈനൽ മെർജിങ് ആണ്. ഈ 2 സബ് അറേസും മെർജ് ചെയ്യുമ്പോൾ സോർട്ട് ചെയ്ത് മെർജ് ചെയ്യുക. അവിടെ ചെക്ക് ചെയ്യുക, 2 സബ് അറേസ് ഉണ്ട്. അതിലെ ഫസ്റ്റ് എലമെന്റ് എടുക്കുക, 2 ആൻഡ് 1. ഇതിലെ സ്മോളസ്റ്റ് നമ്പർ ഏതാണ്? 1 ആണ്. അപ്പോൾ 1 എന്ന് പറയുന്ന ഫസ്റ്റ് പൊസിഷനിലോട്ട് കൊണ്ടുപോയി. ദെൻ 2 ആൻഡ് 4, അതിൽ സ്മോളസ്റ്റ് നമ്പർ ഈസ് 2. അപ്പോൾ സെക്കൻഡ് പൊസിഷനിൽ 2 വന്നു. അടുത്തത് ചെക്ക് ചെയ്യാനുള്ളത് 3 ആൻഡ് 4, ഇതിൽ സ്മോളസ്റ്റ് നമ്പർ ഈസ് 3. അപ്പോൾ തേർഡ് പൊസിഷനിൽ 3 വന്നു. ആൻഡ് ദ പ്രോസസ് ഈസ് റിപ്പീറ്റിംഗ്. ആൻഡ് ഫൈനലി യു വിൽ ഗെറ്റ് എ സോർട്ടഡ് അറേ. കണ്ടോ, ഇവിടെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തത് എന്താണ്? ഏതൊക്കെ ഫങ്ഷൻസ് ആണ് റിപ്പീറ്റ് ചെയ്തത്? സ്പ്ലിറ്റിംഗ്, സോർട്ടിംഗ് ആൻഡ് മെർജിങ്. ഫസ്റ്റ് സ്പ്ലിറ്റ് ചെയ്തു, സ്പ്ലിറ്റ് ചെയ്ത് സിംഗിൾ എലമെന്റ്സ് ആക്കി മാറ്റി. ദെൻ അതിനെ കമ്പയർ ചെയ്ത് മെർജ് ചെയ്യുന്നു. മെർജ് ചെയ്യുമ്പോൾ സോർട്ട് ചെയ്തിട്ടാണ് മെർജ് ചെയ്യുന്നത്. മെർജ് ചെയ്ത് ഫൈനലി ഒരു ലോങ് ലിസ്റ്റ് നമുക്ക് കിട്ടും. ഒരു കോംപ്ലക്സ് പ്രോബ്ലംസ് നമ്മൾ സബ് പ്രോബ്ലംസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. പ്രോബ്ലം ഡീകമ്പോസിഷൻ, ദെൻ റിപ്പീറ്റഡ് ആയിട്ട് ഓപ്പറേഷൻ നടന്നു. അതായത് ഓരോ മോഡ്യൂൾസ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്തു. ആ മോഡ്യൂൾസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? സ്പ്ലിറ്റിംഗ്, സോർട്ടിംഗ് ആൻഡ് മെർജിങ്. നമ്മളവിടെ കണ്ട പോലെ മറ്റൊരു എക്സാമ്പിൾ ഞാൻ നോട്ട്സിൽ കൊടുത്തിട്ടുണ്ട്. അതുകൂടി നിങ്ങൾക്ക് റെഫർ ചെയ്യാം. എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു എക്സാമ്പിൾ അവിടെ കൊടുക്കാവുന്നതാണ്. ദെൻ അതിൻ്റെ മെത്തേഡ് ഔട്ട്ലൈൻ ചെയ്തിട്ടുണ്ട്. അൽഗോരിതം, ഇൻപുട്ട്, ഒരു അൺസോർട്ടഡ് അറേ റിസീവ് ചെയ്യുന്നു. ആൻഡ് ഇറ്റ് ക്യാൻ ബി ഓഫ് സൈസ് n. ദെൻ അതിൻ്റെ പ്രോസസ്സ് എന്താണ്? റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്ന പ്രോസസ്സ്. ഫസ്റ്റ് ഡിവൈഡ് ചെയ്യുന്നു, 2 ഈക്വൽ ഹാഫ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്നു. അത് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്നതാണ്. ഇനി ഫർദർ ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത കണ്ടീഷൻ വരുമ്പോൾ എന്ത് ചെയ്യും? അതിനെ സോർട്ട് ചെയ്ത് മെർജ് ചെയ്യും. അപ്പം നെക്സ്റ്റ് ഓപ്പറേഷൻ എന്താണ്? സോർട്ടിംഗ്. ഫൈനലി യു നീഡ് ടു മെർജ് ഇറ്റ്. ദർ വിൽ ബി ഡിവൈഡ്, സോർട്ട് ആൻഡ് മെർജ്. ഫൈനൽ ഔട്ട്പുട്ട് എന്താണ്? എ സോർട്ടഡ് അറേ. സോ ഇതാണ് പ്രോബ്ലം ഡീകമ്പോസിഷൻ. ദെൻ മോഡുലറൈസേഷൻ. ആ പറഞ്ഞ എക്സാമ്പിളിൽ തന്നെ മോഡുലറൈസേഷൻ ഉണ്ട്. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഓർഗനൈസിങ് എ സിസ്റ്റം ഇൻ ടു സെപ്പറേറ്റ് മോഡ്യൂൾസ് ദാറ്റ് ക്യാൻ ബി ഡെവലപ്ഡ്, ടെസ്റ്റഡ് ആൻഡ് അണ്ടർസ്റ്റുഡ് ഇൻഡിപെൻഡൻ്റ്ലി. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾസ് തന്നെ 3 മോഡ്യൂൾസ് ഉണ്ട്. നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് മോഡ്യൂൾസ് ആയിട്ട് മാറ്റിയത്. ഡിവൈഡ്, സോർട്ട് ആൻഡ് മെർജ്. അത് 3 മോഡ്യൂൾസ് ആയിട്ട് എടുക്കാം. അവിടെ 3 മോഡ്യൂൾസ്. മോഡ്യൂൾ 1 ഈസ് സ്പ്ലിറ്റിംഗ് ദ അറേ ഇൻ ടു ഈക്വൽ ഹാഫ്സ്. മോഡ്യൂൾ 2 റിപ്പീറ്റഡ്ലി സോർട്ടിംഗ് ദ ഹാഫ്സ്. സോർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ജോയിൻ ചെയ്യുന്നു. ദാറ്റ് ഈസ് മെർജിങ് സോർട്ടഡ് ഹാഫ്സ്. നിങ്ങളുടെ സിലബസിൽ തന്നെ മറ്റൊരു എക്സാമ്പിൾ കൂടി പറയുന്നുണ്ട്. റിട്ടേണിംഗ് ദ ടോപ്പ് 3 ഇൻറ്റീജേഴ്സ് ഫ്രം എ ലിസ്റ്റ്. ഈ ഒരു പ്രോബ്ലം ഡീകമ്പോസിഷൻ ആൻഡ് മോഡുലറൈസേഷൻ പറയുമ്പോൾ ഈ ഒരു എക്സാമ്പിൾ കൂടി എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്രോബ്ലം എന്ന് പറയുന്നത് ഇതാണ്. റിട്ടേൺ ടോപ്പ് 3 ഇൻറ്റീജേഴ്സ് ഫ്രം എ ലിസ്റ്റ്. ഒരു ലിസ്റ്റിൽ ദർ ക്യാൻ ബി n നമ്പർ ഓഫ് എലമെന്റ്സ് ആൻഡ് ദ ലെങ്ത് ഓഫ് ദ അറേ ദാറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3. ഒരു ലിസ്റ്റിന്റെ ലെങ്ത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ആണെങ്കിൽ മാത്രമേ അറ്റ്ലീസ്റ്റ് ടോപ്പ് 3 ലാർജസ്റ്റ് നമ്പേഴ്സ് റിട്ടേൺ ചെയ്യാനായിട്ട് പറ്റൂ. അപ്പം എൻ്റെ അൽഗോരിതം നോക്കാം.
അതിൻ്റെ അപ്രോച്ച് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു അറേ അക്സെപ്റ്റ് ചെയ്യുന്നു. നമുക്ക് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഫസ്റ്റ് ലാർജസ്റ്റ് നമ്പർ ആണ്. അത് പിക്ക് ചെയ്യുന്നു. ദെൻ ഫസ്റ്റ് ലാർജസ്റ്റ് നമ്പർ മാറ്റിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് സെക്കൻഡ് ലാർജസ്റ്റ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യണം ഫ്രം ദ റിമൈനിങ് ലിസ്റ്റ്. അപ്പോൾ ഫസ്റ്റ് 2 ലാർജസ്റ്റ് നമ്പേഴ്സ് പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിമൈനിങ് ലിസ്റ്റ് എന്ന് തേർഡ് ലാർജസ്റ്റ് നമ്പർ പിക്ക് ചെയ്യാം. അപ്പോൾ 3 നമ്പേഴ്സ് നമ്മൾ പിക്ക് ചെയ്തു, ടോപ്പ് 3 ഇൻറ്റീജേഴ്സ്. സോ അത് ഔട്ട്പുട്ടായിട്ട് ഡിസ്പ്ലേ ചെയ്യാം. ഫസ്റ്റ് ബ്ലോക്കായിട്ട് നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ഐഡൻറ്റിഫൈ ദ ലാർജസ്റ്റ് നമ്പർ. മൊഡ്യൂൾ 2ൽ എന്താ വരുന്നത്? സെക്കൻഡ് ഫംഗ്ഷൻ ആയിട്ട് എക്സ്ക്ലൂഡ് ദ ഫസ്റ്റ് ലാർജസ്റ്റ് നമ്പർ ആൻഡ് ഐഡൻറ്റിഫൈ ദ സെക്കൻഡ് ലാർജസ്റ്റ് നമ്പർ. ഇപ്പോൾ മൊഡ്യൂൾ 3ൽ എന്താണ്? റിമൈനിങ് ഫംഗ്ഷൻ എന്താണ്? ഫസ്റ്റ് 2 ലാർജസ്റ്റ് നമ്പേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ റിമൈനിങ് ലിസ്റ്റ് എന്ന് തേർഡ് ലാർജസ്റ്റ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുക. ഇങ്ങനെ നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മെർജ് സോർട്ട് ചെയ്യുക. സോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അസെൻഡിങ് ഓർഡറിലാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് വരുന്ന 3 നമ്പേഴ്സ് അതായിരിക്കും ടോപ്പ് 3 ലാർജസ്റ്റ് നമ്പേഴ്സ്. അങ്ങനെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ആ ഒരു രീതി ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അവിടെ മോഡ്യൂൾ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെർജ് സോർട്ടിംഗ് ആണ് വരുന്നത്. മെർജ് സോർട്ടിങ്ങിൽ തന്നെ ഡിവൈഡ്, സോർട്ട് ആൻഡ് മെർജ് വരുന്നുണ്ട്. ആഫ്റ്റർ ദാറ്റ് പിക്ക് ദ ലാസ്റ്റ് 3 എലമെൻറ്റ്സ് ഫ്രം ദ ലിസ്റ്റ്. അങ്ങനെ നമുക്ക് ചെയ്തു പോകാനായിട്ട് പറ്റും. നെക്സ്റ്റ് ക്ലാസ്സിൽ മോഡ്യൂൾസ് എങ്ങനെ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്ന് നോക്കാം. മോഡ്യൂൾസ് അല്ലെങ്കിൽ ഫങ്ഷൻസ്. ഓക്കെ, താങ്ക് യു.